അപകടം പതിയിരിക്കുന്ന അത് മാറിയിരിക്കുന്നു. ഏതായാലും ദേശീയപാതയിലെ കുറ്റിപ്പുറം റൂട്ടിൽ വാഹനങ്ങൾ സ്ഥിരമായി ഓടുന്നത് അമിത വേഗത്തിലാണ്. ഈ റൂട്ടിലെ ബസ്സിൽ സഞ്ചരിക്കവേ യാത്രക്കാരൻ പകർത്തിയ ദൃശ്യങ്ങളും സ്പീഡ് മീറ്ററിലെ കണക്കും ഇതിന് തെളിവാണ്. മണിക്കൂറിൽ 130 കിലോമീറ്റർ സ്പീഡിലാണ് ബസ്സുകളുടെ യാത്ര. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. എത്ര വേഗത്തിലാണ് ആ ബസ്സുകൾ സഞ്ചരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഒരു യാത്രക്കാരൻ പകർത്തിയ ദൃശ്യമാണ്. മൊബൈലിലെ ആ സ്പീഡ് മീറ്ററിൽ നമുക്ക് അതിന്റെ വേഗം എത്രയാണെന്ന് കാണാം. പുറത്തേക്ക് നോക്കിയാൽ അത് എത്രത്തോളം വേഗത്തിലാണ് ആ ബസ് പോകുന്നത് എന്നുകൂടി വ്യക്തമാണ്. സോണൽ കൃഷിയാണ് ചേരുന്നത്. സോണൽ, പൊതുവെ അപകടമുള്ള ഒരു സ്ഥലത്ത് കൂടിയാണ് ഇത്ര വേഗത്തിൽ ബസ്സുകൾ ഒക്കെ സഞ്ചരിക്കുന്നത്. അത് തന്നെയാണ് ഈ അപകടം ക്ഷണിച്ചു വരുത്തിയതും എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ സോണൽ? തീർച്ചയായിട്ടും വിനിത, ഞാൻ ഈ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് സ്ഥിരമായ അപകടങ്ങൾ ഉണ്ടാകുന്നതാണ്. കാരണം ദേശീയപാതയിലേക്ക് കയറിക്കഴിഞ്ഞാൽ വാഹനങ്ങൾ ഒരു പരിധി വിട്ട് വേഗതയിൽ പോകുന്നത് സ്ഥിരം കാഴ്ചയായി മാറുന്ന സാഹചര്യമുണ്ട്. നമ്മളിപ്പോൾ കണ്ട ദൃശ്യങ്ങൾ ഉൾപ്പെടെ അതിന് ഉദാഹരണമാണ് എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. ഈ ബസ്സും അത്തരത്തിൽ വളാഞ്ചേരി ആളെ എടുത്ത് വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെ കയറിയതിന് ശേഷം ആളെ പിക്ക് ചെയ്തത് പിന്നീട് ദേശീയപാതയിലേക്ക് കയറി അടുത്തതായിട്ട് അവർക്ക് പോകേണ്ട ജംഗ്ഷൻ എന്ന് പറയുന്നത് കുറ്റിപ്പുറമാണ്. അത്രയും ദൂരം ദേശീയപാതയിലൂടെയാണ് സഞ്ചരിക്കുക. അത് തുറന്ന റോഡാണ്. അതായത് എത്ര വേഗത്തിൽ വേണമെങ്കിലും നമുക്ക് പോകാൻ വേണ്ടി കഴിയുന്ന രീതിയിൽ തുറന്ന റോഡാണ്. പക്ഷേ അതിനൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊന്നും പലപ്പോഴും ഈ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പാലിക്കാറില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലൊരു രംഗമാണ് നമ്മൾ ഈ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഈ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഒരു ഇറക്കം ഇറങ്ങി വരുന്ന പ്രദേശമാണ്. അതോടൊപ്പം അതിൻ്റെ തൊട്ട് ഇടതുഭാഗത്ത് ഈ സർവീസ് റോഡുണ്ട്. ഈ സർവീസ് റോഡിൽ നിന്ന് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കാണാം. ആ സർവീസ് റോഡാണ് നമ്മൾ ഈ പറയുന്നത്. അതായത് സർവീസ് റോഡിൽ നിന്ന് പ്രധാന പാതയിലേക്ക്, ദേശീയപാതയിലേക്ക് എത്തുന്ന വാഹനങ്ങൾ ഒരിക്കലും പ്രധാന പാതയിൽ വരുന്ന വാഹനങ്ങൾക്ക് കറക്റ്റായിട്ട് വിസിബിൾ ആകുന്നില്ല എന്നുള്ളത് പലതവണ ഡ്രൈവർമാർ ഉൾപ്പെടെ ആശങ്ക പങ്കുവെച്ച കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ പരിസര പ്രദേശത്തെ ആളുകൾ പറയുന്നത് ഇതൊരു സ്ഥിരം അപകട മേഖലയായി മാറുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ 2 മാസത്തെ കണക്കെടുത്താൽ 10-ൽ കൂടുതൽ വാഹനാപകടങ്ങൾ ഇവിടെ മാത്രം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ അപകടം നടന്ന സമയത്ത് ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ഒരു വേഗനർ കാർ ഉൾപ്പെടെ ഇവിടെ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലത്ത് ഇതേ പ്രദേശത്ത് അപകടത്തിൽപ്പെട്ടതാണ്. അതിൻ്റെ മുൻപ് ഈ വലിയ 6 പാത എന്ന് പറയുന്നത് അത് വീണ്ടും ഈ തൊട്ടടുത്ത് നമുക്ക് ദൃശ്യങ്ങളൊന്ന് പുറകോട്ട് കാണിച്ചാൽ ആ കുറ്റിപ്പുറം പാലമാണ്. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷന് മുകളിലൂടെയുള്ള പാലമാണ്. അവിടെ എത്തുമ്പോൾ ഈ 6 പാത വീണ്ടും ചുരുങ്ങി അത് 4 വരിയായി പോകുന്ന സാഹചര്യമുണ്ട്. ഇത്തരം വേഗതയിൽ വരുന്ന വാഹനങ്ങൾ ഈ 4 വരി പാതയായി മാറുന്ന സമയത്ത് അവിടെ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി ചെയിനായിട്ട് അപകടങ്ങൾ സംഭവിക്കുന്നത്. ഏകദേശം 10-ൽ കൂടുതൽ വാഹനങ്ങൾ ഒരേ സമയത്ത് അപകടത്തിൽപ്പെടുന്ന സാഹചര്യം വരെ ഇതേ സ്ഥലത്തുണ്ടായിട്ടുണ്ട്. അന്ന് തന്നെ പ്രധാനമായി പറഞ്ഞതാണ് ഇത് അപകട മേഖലയാണ്, അതുകൊണ്ട് കൃത്യമായി ഇടപെടണമെന്ന് ഈ നാട്ടുകാർ ഉൾപ്പെടെ ജനപ്രതിനിധികൾക്ക് പരാതി കൊടുക്കുന്നു. പക്ഷേ അതിലൊന്നും നടപടി ഉണ്ടായില്ല. ഇന്നും ആ ജനങ്ങൾ പറയുന്നത് അന്ന് ഞങ്ങൾ പറഞ്ഞ പരാതി കൃത്യമായി കണക്കിലെടുക്കുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ അപകടം വരെ തടഞ്ഞു നിർത്താൻ കഴിയുമായിരുന്നു എന്നുള്ള കാര്യം കൂടിയുണ്ട്. വിനീത, ശരി, ഏതായാലും അവിടെ അമിത വേഗത്തിൽ ബസ് പോകുന്നുണ്ട്. അതിൽ നടപടികൾ വേണം. ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ തന്നെയാണ് ഇന്നത്തെ അപകടത്തിന് വഴിവെച്ചത്. CCTV ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ബസ് അവിടെ ഡിവൈഡറിൽ ഇടിച്ച്, അമിത വേഗത്തിലെത്തിയ ബസ്സാണ്, ഡിവൈഡറിൽ ഇടിച്ച് തല കീഴായി മറിയുകയാണ്. ഏതാണ്ട് നടുഭാഗം പിളർന്നു പോകുന്ന നിലയിലേക്ക് എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഒരു ജീവനാണ് പൊലിഞ്ഞത്. 3 പേരുടെ ഗുരുതര പരിക്കാണ്. ആ ബസ്സിലുണ്ടായിരുന്ന എല്ലാവർക്കും പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് പോലീസ് പറഞ്ഞത്. ഏതായാലും